പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് പൊക്കിനോയിലാണ്. നോക്കുക, പൊക്കിനോയിലേക്ക് ഓക്ക്ലാൻഡിൽ നിന്ന് 52 കിലോമീറ്റർ ദൂരമാണുള്ളത്. ഏകദേശം അരമണിക്കൂർ കൊണ്ട് എത്താവുന്ന ദൂരമാണ്. ഞങ്ങളിവിടെ മോളും മരുമകനും മക്കളുമൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ ഒരു വാക്കിങ്ങിന് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെ നോക്കുക, പൊക്കിനോയിലുള്ള വീടുകളാണ് നമ്മൾ ഈ കാണുന്നത്. ന്യൂസിലാൻഡിലെ വീടുകൾ ഭൂകമ്പത്തെ അതിജീവിക്കുന്ന തരത്തിൽ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഒരു നിവാസ മേഖല തന്നെയാണ് പൊക്കിനോ. പുതുതായി ഉണ്ടായ വീടുകളാണ് ഇവയെല്ലാം. പുതിയൊരു ഗ്രാമം ഇവിടെ സംജാതമായിരിക്കുകയാണ്. നോക്കുക, വളരെ മനോഹരമായൊരു ഗ്രാമമാണ് പൊക്കിനോ. നല്ലൊരു വൈബാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. നമുക്ക് നടന്നു നോക്കാം. ഇവിടെ ഇതാ ഒരു പുതിയ വീട് ഉണ്ടാക്കുകയാണ്. നമുക്കൊന്ന് നോക്കാം. വീട് നിർമ്മാണത്തിൻ്റെ ആരംഭഘട്ടമായ തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ്റെ സ്റ്റേജാണ് നമ്മളിപ്പോൾ കാണുന്നത്. നിരവധി സജീവമായ ഭൂകമ്പ മേഖലയുടെ മധ്യത്തിലാണ് ന്യൂസിലാൻഡ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ പസഫിക് സമുദ്രത്തിലെ അഗ്നിവളയത്തിന് സമീപവുമാണ്. അവിടെ പസഫിക് സമുദ്രത്തിലെ ഫലകങ്ങൾ ദ്വീപ് കമാനങ്ങൾക്കും ഭൂഖണ്ഡാന്തര ഫലകങ്ങൾക്കും അടിയിലേക്ക് തള്ളിയിടപ്പെടുന്നു. വ്യത്യസ്ത ദിശകളിൽ നിന്നും വ്യത്യസ്ത വലുപ്പത്തിലുള്ള ഭൂകമ്പ തരങ്ങൾ ഇവിടെ പതിവായി അടിക്കപ്പെടുന്നു. കോൺക്രീറ്റ്, ഇഷ്ടിക എന്നിവ കൊണ്ടുള്ള നിർമ്മാണങ്ങൾക്ക് ഗുരുതരമായ കേടുപാടുകൾ വരുത്താൻ ശക്തമാണ് പലതും. തടി ഫ്രെയിം ചെയ്ത ഘടനകൾ അന്തർലീനമായ കൂടുതൽ വഴക്കമുള്ളതും ഭാരം കുറഞ്ഞതുമാണ്. രണ്ടും ഭൂകമ്പ നാശനഷ്ടങ്ങളെ ചെറുക്കാൻ സഹായിക്കുന്നു. ഭൂകമ്പ പ്രഹരങ്ങൾ ഉണ്ടായാൽ തന്നെ അവ വലിയ ബുദ്ധിമുട്ടില്ലാതെ നന്നാക്കാൻ കഴിയുന്നവയുമാണ്. ഭൂകമ്പ സാധ്യതകളുള്ളതിനാൽ കുലുങ്ങാനും ഇളകാനും ഉരുളാനും കഴിയുന്ന വീടുകളാണ് ഇവിടേക്ക് അഭികാമ്യം. ഈ പ്രാദേശിക കെട്ടിട മാനദണ്ഡങ്ങൾ പാലിക്കുന്ന പ്ലാനുകൾ മാത്രമേ ഇവിടെ അംഗീകരിക്കപ്പെടുകയുള്ളൂ. കെട്ടിട പരിശോധനയിൽ വിജയിക്കുകയും വേണം. എക്സ്പാൻഡഡ് പോളിസ്റ്ററൈൻ EPS എന്നറിയപ്പെടുന്ന തെർമോകോൾ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നു. കാരണം തെർമോകോൾ ഒരു നല്ല ഇൻസുലേറ്ററാണ്, ഭാരം കുറഞ്ഞതാണ്, ഭൂകമ്പ പ്രതിരോധത്തെ സഹായിക്കാനും കഴിയുന്നു. ഒരു കെട്ടിടത്തിൻ്റെ അകത്തും പുറത്തുമുള്ള താപ കൈമാറ്റം കുറയ്ക്കുന്നതിലൂടെ സുഖകരമായ ഇൻഡോർ താപനില നിലനിർത്താൻ തെർമോകോൾ സഹായിക്കുന്നു. കെട്ടിടത്തിൻ്റെ മാസ്, വെയ്റ്റ് എന്നിവ കുറയ്ക്കുന്നതോടൊപ്പം ഭൂകമ്പങ്ങളെ ചെറുക്കാനും തെർമോകോളിന് കഴിയും. കോൺക്രീറ്റ് വോളിയത്തിൻ്റെ വലിയൊരു ഭാഗം മാറ്റിസ്ഥാപിക്കലിലൂടെ തെർമോകോളിന് സാധ്യമാകുന്നു. തെർമോകോൾ ഭാരം കുറഞ്ഞതാണെങ്കിലും ഭാരം വളരെ താങ്ങുന്നതാണ്. ഇത് ഇൻസ്റ്റാൾ ചെയ്യാൻ വളരെ എളുപ്പവുമാകുന്നു. ഏകദേശം 10 ദിവസം കൊണ്ടുള്ള നിർമ്മാണ പുരോഗതിയാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടത്. നിർമ്മിക്കുക വളരെ എളുപ്പമാണ്. കോൺക്രീറ്റ് മാതിരിയുള്ള താമസങ്ങൾ ഉണ്ടാവില്ല. മരം കൊണ്ടുള്ള തൂണുകളിൽ നിർമ്മിച്ച മരം കൊണ്ടുള്ള വാളുകൾ തന്നെയാണ് ഇവിടെ വീടുകൾക്ക്. പുറം ചുമരുകൾ ചിലപ്പോൾ ഇഷ്ടികയിൽ കാണാം. അതുപോലെ മേൽക്കൂരയും മിക്കവാറും മരങ്ങൾ കൊണ്ട് തന്നെയാണ് നിർമ്മിക്കുന്നത്. കനം കുറഞ്ഞ മറ്റു വസ്തുക്കളും ഉപയോഗിക്കാം. ഇതാ ഇവരിവിടെ ഒരു പാർക്കുണ്ട്, അവിടെ എത്തിയിരിക്കുകയാണ്. മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലും ഇതുപോലുള്ള കുട്ടികൾക്കുള്ള പാർക്കുകൾ നിർമ്മിച്ചിട്ടുണ്ടാവും. അവർക്ക് വന്ന് കളിക്കാനും ആസ്വദിക്കാനുമുള്ള കുറേയധികം ഈവൻറ്റ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ടാവും. മുമ്പ് മറ്റൊരു എപ്പിസോഡ് ഇതുപോലുള്ളൊരു പാർക്കിൽ നമ്മൾ ഓക്ക്ലാൻഡിൽ വെച്ച് പോയിരുന്നതാണ്, കണ്ടിട്ടുണ്ടാവും. ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഈ ഗ്രാമത്തിൻ്റെ ഒരു വൈബ്. ചുറ്റുപാടും അനേകം വീടുകളുണ്ട്.
നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ തണുപ്പൊന്നും ഇപ്പോഴില്ല, അതുകൊണ്ട് നമുക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നൊരു അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. എല്ലാ ഭാഗത്തേക്കും റോഡുകളുണ്ട്. ഓരോ വീടുകളും റോഡിന് അഭിമുഖമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. റോഡിൻ്റെ ഒരു ശൃംഖല തന്നെ ഈ ചെറിയൊരു ഗ്രാമത്തിൽ തന്നെ നമുക്ക് കാണാവുന്നതാണ്. ഡിസംബർ മുതൽ മാർച്ച് വരെയുള്ള കാലഘട്ടമാണ് ന്യൂസിലാൻഡിലെ ഉഷ്ണകാലം. എങ്കിലും ഏറ്റവും ചൂടുള്ള ഓക്ക്ലാൻഡ് മേഖലയിൽ 15 മുതൽ 25 ഡിഗ്രി സെൻറ്റിഗ്രേഡ് വരെയായിരിക്കും ഈ കാലത്തെ താപനില. തെക്കോട്ട് പോകും തോറും തണുപ്പ് കൂടിക്കൂടി വരുന്നു. ഇവരിതാ ഈ പാർക്കിൽ ആടിത്തിമിർക്കുകയാണ്. പോരാനുള്ള ഭാവമൊന്നുമില്ല. നമുക്ക് ഈ പ്രദേശമൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കാണാം. ഇവിടുത്തെ ഒരു പാർക്കാണിത്. കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. പോകാനായോ? ചുറ്റുപാടും കുറേ വീടുകളുണ്ട്. ചില സ്ഥലങ്ങൾ കൂടി നമുക്കിന്ന് സന്ദർശിക്കാനുള്ളത് കൊണ്ട് നമ്മൾ മടങ്ങുകയാണ്. ഇവിടെ അടുത്തുള്ള ഒരു വെള്ളച്ചാട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ്. നമുക്ക് അവിടേക്ക് റോഡ് മാർഗം 2.3 കിലോമീറ്ററാണ്. എയർ ഡിസ്റ്റൻസ് നോക്കുക, വളരെ കുറഞ്ഞ ദൂരമേ ഉള്ളൂ. നടക്കുകയാണെങ്കിലും 1 കിലോമീറ്റർ താഴെയുള്ള ദൂരമേ ഉള്ളൂ. ഇവിടെ നമുക്ക് മോട്ടോർ ഹൈവേ കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ അടിയിലൂടെയാണ് അങ്ങോട്ടുള്ള വഴി. നമ്മുടെ ഹോസ്റ്റ് ഷെരീക്കും നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് പൊക്കിനോ വെള്ളച്ചാട്ടം. നമ്മുടെ നാട്ടിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെ എത്രയോ ചെറുതാണ്. ചുറ്റിലും കാണുന്ന ഈ പ്രകൃതി സൗന്ദര്യം വളരെ വൈബാണ്. മഴ പെയ്ത് വെള്ളം കൂടിയാൽ കുറെ കൂടി വൈഡായിട്ട് ഒഴുകും. ഇവിടെ നിന്ന് അടുത്തതായി നമ്മൾ പോകുന്നത് ബ്ലൂ സ്പ്രിംഗ് എന്ന ശുദ്ധജല അരുവിയിലേക്കാണ്. ഷെരീക്ക് കുഞ്ഞിനെയും കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുകയാണ്. നാം അദ്ദേഹത്തോട് യാത്ര പറഞ്ഞ് ബ്ലൂ സ്പ്രിങ്ങിലേക്ക് യാത്ര ചെയ്യാവുന്നു. പൊക്കിനോയിൽ നിന്ന് ബ്ലൂ സ്പ്രിങ്ങിലേക്കുള്ള ദൂരം നോക്കുക, 135 കിലോമീറ്റർ, 1 മണിക്കൂർ 26 മിനിറ്റ് യാത്ര. ഓക്ക്ലാൻഡിൽ നിന്നായിരുന്നെങ്കിൽ ഓക്ക്ലാൻഡ് ടു പൊക്കിനോ ദൂരം അധികമായിരിക്കും. 2 മണിക്കൂർ യാത്ര, 187 കിലോമീറ്റർ ദൂരം. ഹാമിൽട്ടണിൽ നിന്ന് കാംബ്രിഡ്ജ് കഴിഞ്ഞ് ഏകദേശം 30 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ നമ്മൾ എത്തിപ്പെടുന്നത് ടിറാവു എന്ന സ്ഥലത്താണ്. ടിറാവിൽ നിന്ന് റൊട്രുവയിലേക്കും ടോപ്പുവിലേക്കുമുള്ള റോഡുകൾ തിരിയുന്നതായി കാണാം. ഈ 2 വഴിക്കും 2 റൂട്ടിലൂടെയും വരാവുന്നതാണ്. ഇവ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു റൂട്ടിലാണ് ബ്ലൂ സ്പ്രിംഗ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 2 റൂട്ടിലൂടെയും വരാവുന്നതാണ്. കൂടുതൽ എളുപ്പം റൊട്രുവ റൂട്ടിലൂടെയായിരിക്കും. നമ്മളിത് ബ്ലൂ സ്പ്രിങ്ങിലേക്കുള്ള സഞ്ചാരം തുടരുകയാണ്. പൊക്കിനോയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ബ്ലൂ സ്പ്രിംഗ് എന്നറിയപ്പെടുന്ന ഒരു ശുദ്ധജല നീരുറവയിലാണ്. പുട്ടാരൂരിലെ നീല നീരുറവ സമീപത്തുള്ള മാപ്പാക്കു റേഞ്ചിൽ നിന്ന് ഫിൽട്ടർ ചെയ്ത 100 വർഷം പഴക്കമുള്ള വെള്ള ബ്ലൂ സ്പ്രിങ്ങിൽ നിന്നാണ് ഇത്
ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഇത് ന്യൂസിലാൻഡിലെ ഏറ്റവും ശുദ്ധമായ ജലങ്ങളിലൊന്നായി കരുതപ്പെടുന്നു. ഇവിടുത്തെ വെള്ളം വളരെ ശുദ്ധമാണ്. ന്യൂസിലാൻഡിലെ കുപ്പിവെള്ളത്തിൻ്റെ 60% ഇവിടെ നിന്നാണ് ലഭിക്കുന്നത്. വെള്ളത്തിൽ അലിഞ്ഞു ചേർന്ന നേർത്ത ചെളികണികകൾ അല്ലെങ്കിൽ ഗ്ലേഷ്യൽ മാവ് മൂലമാണ് ഈ നീല നിറം. ഹിമാനികളിലെ മണ്ണൊലിപ്പിൻ്റെ ഫലമാണ് ഇത്. ഈ ലായകം വളരെ നേർത്തതിനായതിനാൽ അത് വേഗത്തിൽ അടിയിലേക്ക് ഇറങ്ങുന്നില്ല. വെള്ളത്തിൻ്റെ ഈ നീലമയ്ക്ക് കാരണം വളരെ ശുദ്ധമായ രീതിയിലുള്ള വെള്ളമായതുകൊണ്ടുള്ള സുതാര്യത കൊണ്ടാണ് എന്ന് ഇവിടെ കാണാം. ജലം വായുവിൽ നിന്ന് വെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രകാശ പ്രതികരണത്തിൽ ഫ്രീക്വൻസി കൂടുതലുള്ള റെഡ് നിറങ്ങളെ ആഗിരണം ചെയ്യുകയും ഫ്രീക്വൻസി കുറഞ്ഞ ബ്ലൂ നിറങ്ങളെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണിത്. ലിറ്റിൽ ബ്ലൂ നദിയിലെ ഒരു നീരുറവയിൽ നിന്നുള്ള തണുത്തതും ശുദ്ധവുമായ വെള്ളം സമൃദ്ധമായി ലഭിക്കുന്നു ഇവിടെ. സന്ദർശകർക്ക് ഇവിടെ സ്വന്തമായി പ്ലോട്ട് കൊണ്ടുവരാം. നീരുറവയും നദിയെയും സംരക്ഷിക്കാൻ ഭക്ഷണം, പാനീയം, വളർത്തുമൃഗങ്ങൾ, പുകയില, മദ്യം ഇവ ഉപയോഗിക്കാൻ ഇവിടെ അനുവദനീയമല്ല. ബ്ലൂ തടാകത്തിൽ നീന്തൽ നിരോധിച്ചിരിക്കുന്നു. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് ബ്ലൂ സ്പ്രിംഗ് ഇന്നും ലോകത്തിലെ ശുദ്ധജല സോഴ്സുകളിൽ ഒന്നായി നിലകൊള്ളുന്നത്. വൈഹൗ നദിക്കരയിലൂടെ സഞ്ചരിക്കുമ്പോൾ പാത തണ്ണീർത്തടങ്ങളിലൂടെയും ചുരുണ്ട മേച്ചിൽപ്പുറങ്ങളിലൂടെയും ചെറിയ വെള്ളച്ചാട്ടങ്ങളിലൂടെയും കടന്ന് നീരുറവയിലെ നീല നിറമുള്ള വെള്ളത്തിലേക്ക് എത്തിക്കപ്പെടുന്നു. മിനിറ്റിൽ 42 ക്യൂബിക് മീറ്റർ, അതായത് 9240 ഗാലൻ വെള്ളം എന്ന നിരക്കിൽ ഒഴുകുന്ന ബ്ലൂ സ്പ്രിങ്ങിന് 12 മിനിറ്റിനുള്ളിൽ 6 വരികളുള്ള 25 മീറ്റർ നീളമുള്ള നീന്തൽക്കുളം നിറക്കാൻ കഴിയും. എല്ലാ സീസണിലും ഇത് സ്ഥിരമായി 11 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂട് നിലനിർത്തുന്നു. ഈ നടപ്പാതയുടെ ദൈർഘ്യം 4.7 കിലോമീറ്ററാണ്. 1.5 മണിക്കൂർ സമയമെടുക്കും അങ്ങേ തലയിലെത്താൻ. തിരിച്ചു വരുമ്പോഴേക്ക് 3 മണിക്കൂർ സമയമെടുക്കും. ഈ തെളിനീരിത്തിരി കോരിയെടുക്കാനുള്ള ശ്രമത്തിലാണിവർ. സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കൃഷിയിടങ്ങളിലൂടെയുള്ള ഈ നടത്തം വളരെ എളുപ്പവും ആനന്ദകരവുമാണ്. കനത്ത മണ്ണിടിച്ചിൽ മൂലം ഇവിടെ കുറേ ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. ഏകദേശം 2 കിലോമീറ്റർ മാത്രമേ ഇപ്പോൾ നമുക്ക് പോകാനാവുകയുള്ളൂ. വൈറ്റ്സ് റോഡ് അറ്റം ഇപ്പോൾ ഭാഗികമായി തുറന്നിരിക്കുന്നു. 2ാം ഘട്ടം പ്രവൃത്തികൾക്കുള്ള പൂർത്തീകരണമാണ്. വൈറ്റ്സ് റോഡ് കാർ പാർക്കിൽ നിന്ന് സന്ദർശകർക്ക് ഇപ്പോൾ ട്രാക്കിൻ്റെ 1.9 കിലോമീറ്റർ വരെ പ്രവേശിക്കാം. 2025 ആദ്യ പകുതിയോടെ ബാക്കിയുള്ളവ തുറക്കാനാവും. ലെസ്ലി റോഡ് പ്രവേശന കവാടത്തിൽ നിന്ന് 1 കിലോമീറ്ററിലധികം ദൂരത്തിലേക്ക് ട്രാക്ക് നിലവിൽ തുറന്നിരിക്കുന്നു. ബ്ലൂ സ്പ്രിങ്ങിൻ്റെ പ്രധാന കാഴ്ചകളെല്ലാം ഇതുമൂലം നമുക്ക് ലഭിക്കും. വൈറ്റ്സ് റോഡ് പ്രവേശന കവാടം ഉൾപ്പെടെ ട്രാക്കിൻ്റെ ബാക്കി ഭാഗം അടച്ചിട്ടിരിക്കുകയാണ്. സുരക്ഷ ഉറപ്പാക്കാനും സൈനേജുകളും മറ്റു വർക്കുകളും സ്ഥാപിക്കാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. ഇതിൽ നീന്തി കളിച്ച് നടക്കുന്ന താറാവുകളെയും മത്സ്യങ്ങളെയും ധാരാളമായി ഇവിടെ കാണാവുന്നതാണ്. നീലയരുവിയുടെ നീലപ്രഭയോട് യാത്ര പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങുകയായി.
കൂടുതൽ വിവരങ്ങളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.